അവളെയും കാത്ത് ഭാഗം 1. രാവിലെ എണീറ്റ് കോളേജിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് സിത്താര. ഉമ്മ, ഞാൻ ഇറങ്ങാം. ജീൻസും ടോപ്പും അണിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് സിത്താര. കൂടാതെ അവളുടെ സൗന്ദര്യത്തിന് മാറ്റിക്കൂട്ടുന്നത് പോലെ തലയിലിട്ടിട്ടുള്ള തട്ടവും ഒരു മോഡേൺ പെൺകുട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു അവൾ. നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സല്ലാണ്ട് വേറൊന്നും ഇടാനില്ലേ? ഉമ്മ ചോദിച്ചു. എന്നും ഈ ഉമ്മാക്ക് ഇതേ പറയാനുള്ളൂ, അവൾ പരിഭവം പറഞ്ഞു. ഇന്നെന്താ നേരത്തെ? പുറകിൽ നിന്നും ഉമ്മ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ എത്തുമ്പോഴേക്കും കോളേജിലെത്തണം, എന്നാൽ ഒരുമിച്ച് ക്ലാസ് റൂമിൽ പോകാമല്ലോ. അതായിരുന്നു സിത്താരയുടെ മനസ്സിൽ. ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല. സിത്താരയുടെ ക്ലാസ്സിൽ ആകെ 6 പേർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെല്ലാം അവൾക്ക് ഫ്രണ്ട്സായിരുന്നു, നല്ല ഫ്രണ്ട്സ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് സിത്താര. നടന്നു പോയാൽ എത്തുന്ന ദൂരമേയുള്ളൂ വീട്ടിൽ നിന്നും കോളേജിലേക്ക്. എന്നിരുന്നാലും അവൾ സ്കൂട്ടിയിലാണ് കോളേജിൽ പോയിരുന്നത്. പ്ലസ് 1നും പ്ലസ് 2വിനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓരോ വഴിക്കായി. നസീമയും ദിവ്യയുമെല്ലാം കല്യാണം കഴിഞ്ഞു പോയി. ആദ്യം അവരെല്ലാം സിത്താരയുടെ കൂടെയുണ്ടായിരുന്നു, എല്ലാറ്റിനും ഒപ്പം നിൽക്കുന്നവർ. താൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്നും കൂടെ ഉണ്ടായിരുന്നു അവർ. എന്നും പകുതി വഴി വരെ സിത്താര ഒറ്റയ്ക്ക് പോകും. അപ്പോഴേക്കും ദിവ്യയും നസീമയും അപ്പുറത്തെ വഴിയിൽ നിന്നും ഒരു ഇടവഴിയിലെത്താറാണ് പതിവ്. ഇനി സിത്താര എങ്ങാനും വരാൻ വൈകിയാലോ അവർ അവിടെ കാത്തു നിൽക്കും. അങ്ങനെയായിരുന്നു പതിവ്. അതൊക്കെ ഒരു കാലം. സിത്താര നെടുവീർപ്പിട്ടു. അവൾ കോളേജിലെത്താറായി. അവൾ കോളേജിൻ്റെ വാഗമരച്ചുവട്ടിൽ സ്കൂട്ടർ നിർത്തി ഇറങ്ങി. ഇന്നും എല്ലാ അലവലാദികളും വാഗമരച്ചുവട്ടിൽ പടവിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞു. എല്ലാം വൈനോക്കികളാണ്. ആരാ ഇത്? നമ്മുടെ സിത്താരക്കുട്ടിയോ? ഒരുവൻ്റെ കമൻറ്റ്. അല്ലടാ നിൻ്റെ ഡാഷ്. അങ്ങനെ പറയാനാണ് മനസ്സിൽ സിത്താരയ്ക്ക് വന്നത്. ആണേ, സാറന്മാർക്ക് ക്ലാസ്സിൽ പോകാറായില്ലേ? സിത്താര കളിയാക്കി ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് അനീന വരുന്നുണ്ടായിരുന്നു. എന്നും അങ്ങനെയാണ്. സിത്താര സ്കൂട്ടർ നിർത്തുമ്പോഴേക്കും അനീനയുടെ ബസ് വരും. അങ്ങനെ അവർ ഒരുമിച്ചാണ് ക്ലാസ്സിലേക്ക് പോകാറുള്ളത്. നിനക്കിതെന്തിൻ്റെ കേടാ? അവന്മാർ അത്ര നല്ലവരല്ല. അവരോട് മറുപടി പറയാൻ നിൽക്കണോ? പിന്നെ എനിക്കൊരു പേടിയുമില്ല. ഇതേ നീ കരുതുന്ന ആളല്ല. പഴയ മുസ്ലിം തറവാടായ കോയിക്കൽ തറവാട്ടിലെ ഇളയ സംഗതിയായ സിത്താരയാണ്. എൻ്റെ ബാപ്പ എന്നെ വളർത്തിയത് നിന്നെപ്പോലെ പേടിത്തൊണ്ടി ആയിട്ടല്ല, നല്ല ബോൾഡായിട്ടാണ് എന്നെ വളർത്തിയത്, സിത്താര ചിരിച്ചു കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വായും പൊളിച്ച് നിൽക്കേണ്ടി വരും. അപ്പം കാണാൻ നിന്റെ ബോൾഡ്നെസ്, അനീന തിരിച്ചടിച്ചു. നീ കണ്ടോ, അവന്മാർ കാണുന്നത് പോലെയൊന്നുമല്ല, ഭീരുക്കളാ, സിത്താര കൂസാതെ പറഞ്ഞു. അവരുടെ ക്ലാസ് ഏറ്റവും മുകളിലെ നിലയിലാണ്. ഓരോന്നും സംസാരിച്ച് കോണിപ്പടി കയറി കയറി അവർ ക്ലാസ്സിലെത്തി. ക്ലാസ്സിൽ എല്ലാവരുമുണ്ട്. അരുണിമയും ബിന്ദുവും കൃഷ്ണജയും സുനൈനയും എല്ലാം. എന്താ എല്ലാവരും രാവിലെ തന്നെ പരിപാടി? ചോദിച്ചുകൊണ്ട് സിത്താര അകത്തേക്ക് കയറി. നിന്നെ പറ്റിയാ പറയുന്നേ, സുനൈന കളിയാക്കി പറഞ്ഞു. എല്ലാവരും അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തോ? റീനയുടെ വകയാണ് ചോദ്യം. പിന്നെ എൻ്റെ എല്ലാം റെഡിയാണ്, ബാഗ് താഴെ വെച്ച് സിത്താര പറഞ്ഞു. നീ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പല്ലേ? റീന പറഞ്ഞു. നീ ഗുഡ് ഗേൾ അല്ലേ? അങ്ങനെ പറയ്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അനീന പറഞ്ഞു. ഞാനുമുണ്ടടി, ബിന്ദുവും ഏറ്റുപിടിച്ചു. വേണമെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ എഴുതിക്കോ, അടുത്ത അസൈൻമെൻറ്റ് കൂടെ ആകുമ്പോൾ ഒരുപാടാവും, സിത്താര എല്ലാവരോടുമായി പറഞ്ഞു. അവരുടെ ക്ലാസ്സിൽ ആകെ 4 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. സിത്താര നല്ലവണ്ണം പഠിക്കും. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. പഠിപ്പിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അവൾ ആക്റ്റീവാണ്. ഫസ്റ്റ് എക്കണോമിക്സ് പീരിയഡ് ആയിരുന്നു. കൃഷ്ണദാസ് സാറാണ് ക്ലാസ് എടുത്തിരുന്നത്. നല്ല ക്ലാസ്സാണ്, ആരെയും ബോറടിപ്പിക്കില്ല. തമാശയും കാര്യവുമൊക്കെയായി നല്ല രീതിയിൽ ക്ലാസ് എടുക്കും. എല്ലാവർക്കും സാറുടെ ക്ലാസ് ഇഷ്ടമാണ്. രാവിലത്തെ പീരിയഡെല്ലാം കഴിഞ്ഞു ഉച്ചയായി. ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ഒരുമിച്ചിരുന്നു. എല്ലാവരും കറികളെല്ലാം ഷെയർ ചെയ്തു കഴിക്കും. അങ്ങനെയാണ് എന്നും. ആൺകുട്ടികൾ പുറത്തു പോയാണ് ഭക്ഷണം കഴിക്കുക. ഊണ് കഴിച്ചിരിക്കുന്ന സമയം റീന പറഞ്ഞു, എനിക്കൊരു പേന വാങ്ങണം. അത് കേട്ടതും ക്ലാസ്സിലെ എല്ലാവരും കൂടെ ഇറങ്ങി. ഞങ്ങളുമുണ്ട്. എന്തായാലും നീ പോവുകയല്ലേ, നിനക്കൊരു കമ്പനിയാവട്ടെ. ഒരു പേന വാങ്ങാനാണോ ഒരു കല്യാണത്തിനുള്ള ആളുകൾ? ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്നു, സിത്താര പറഞ്ഞു. അത് എന്നും പതിവാണ്. കോളേജിന് പുറത്തുള്ള ഷോപ്പിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കുക. അത് ഒരാൾക്കാണെങ്കിലും എല്ലാവരും ചുമ്മാ പുറത്തു പോകും. പേനയും എല്ലാവരും ഓരോ ചോക്ലേറ്റും വാങ്ങി തിരിച്ച് കോളേജിലേക്ക് തന്നെ പോന്നു. എല്ലാവരും പോരുമ്പോൾ വാഗമരച്ചുവട്ടിലിരുന്ന് എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചു. വൈകിട്ട് ഇന്നെന്താ പരിപാടി? റീന ചോദിച്ചു. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്.
കേക്ക് ഷോപ്പിൽ കയറി എല്ലാവരും ഓരോ ജ്യൂസ് കുടിച്ചാലോ? അനീന പറഞ്ഞതും എല്ലാവർക്കും സമ്മതം. ഓ, ഇന്ന് എല്ലാ വാലുകളും ഉണ്ടല്ലോ. സീനിയേഴ്സിനെ നോക്കി സിത്താരയുടെ കമൻറ്റ്. അവർ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായി സീനിയേഴ്സായ ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പുറത്തേക്ക് പോയി ഭക്ഷണം കഴിച്ച് വന്നിരുന്നു. നല്ല കത്തിയാണ്. സിത്താരയുടെ വീടിനടുത്തുള്ള 2 പേർ ഇതിലുണ്ട്. അവരാണ് സിത്താരയെ കാണുമ്പോൾ കമൻ്റ് അടിക്കുന്നത്. സിത്താരെ എന്തു പറയുന്നു? ഒരുവൻ്റെ കമൻറ്റ്. ഞാനൊന്നും മിണ്ടുന്നില്ലല്ലോ, അവൾ തിരിച്ചു പറഞ്ഞു. വാടി, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റു. എല്ലാവരും ആനുവൽ ഡേക്ക് പങ്കെടുക്കണം, നിർബന്ധമാണ്. ആൺകുട്ടികളിൽ നിന്നും വീണ്ടും സംസാരമുയർന്നപ്പോൾ ഇവന്മാരെ കൊണ്ട് കുടുങ്ങിയല്ലോ, പ്രിൻസിയോട് കംപ്ലൈൻറ്റ് പറയേണ്ടി വരുമോ? സിത്താര അവരോട് പറഞ്ഞു. നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നടക്ക്, നമുക്ക് ക്ലാസ്സിൽ പോവാം, കൃഷ്ണജയും പറഞ്ഞു. യുവമാർ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. ഇന്നലെ +2 ഇന്ദുവിനോടും സംഘത്തോടും ഓരോന്ന് പറഞ്ഞ് പ്രശ്നമായി എന്നാ കേട്ടത്, ബിന്ദുവും പറഞ്ഞു. അവർ ആരെയും ശ്രദ്ധിക്കാതെ ക്ലാസ്സിലേക്ക് പോയി. ഇനി എന്തെങ്കിലും ഉടായിപ്പുമായി വന്നാൽ ഞാൻ എന്തായാലും പ്രിൻസിയോട് കംപ്ലൈൻറ്റ് ചെയ്യും, കോണിപ്പടി കയറുന്നതിനിടയിൽ സിത്താര പറഞ്ഞു. ക്ലാസ്സിൽ എത്തിയതും ഗൗതമിനോടും സക്കീറിനോടും എല്ലാം ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടാവണം, അവൾ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, അവർ ഉറപ്പു പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് തുടങ്ങി. പ്രകാശ് സാറുടെ ക്ലാസ്സായിരുന്നു. നല്ല ക്ലാസ്സാണ്. സാറ് വന്നു, ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് രവി സാറുടെ പീരിയഡായിരുന്നു. അതുകൂടി കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞു. പോകാല്ലേ? എല്ലാവരോടുമായി സിത്താര ചോദിച്ചു. ഇല്ല, 4:15-നാണ് എൻ്റെ ബസ്, ഞാൻ അപ്പോഴേ ഉള്ളൂ, റീന പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാം. എന്താ എല്ലാവരുടെ അഭിപ്രായം? സിത്താര ചോദിച്ചു. എല്ലാവർക്കും സമ്മതം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആരാണാവോ ഇപ്രാവശ്യം? ആവോ, അറിയില്ല. സീനിയേഴ്സ് ആരെങ്കിലും ആകാം. നോക്കാം. എന്തായാലും നല്ല ഒരാളായാൽ മതിയായിരുന്നു. ഇങ്ങനെ ചർച്ചകൾ കുറച്ചുനേരം നീണ്ടു. 4:10 പോകാമെന്നും പറഞ്ഞ് റീന എണീറ്റു. ഒപ്പം മറ്റുള്ളവരും. അനീനയും സിത്താരയും സ്കൂട്ടറിൻ്റെ ഭാഗത്തേക്ക് പോയി. ഇന്ന് ഞാൻ നിന്നെ വീട്ടിലേക്ക് ആക്കിത്തരാം, നീ കയറിക്കോ, സിത്താര പറഞ്ഞു. വേണ്ടടാ, അങ്ങോട്ട് എപ്പോഴും ബസ്സുണ്ടല്ലോ, ഞാൻ പൊയ്ക്കോളാം. കിണുങ്ങാണ്ട് കയറിക്കോ പെണ്ണേ, സിത്താര പറഞ്ഞു. അവർ തമ്മിൽ നല്ല ഒരു അടുപ്പമുണ്ട്. സിത്താരയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനീന. അവളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നതും അനീനയാണ്. അവൾ എല്ലാ കാര്യവും തുറന്നു പറയുന്നതും അവളോടാണ്. കേക്ക് ഷോപ്പിൽ പോകാമെന്ന് റീന പറഞ്ഞത് അവൾ മറന്നു തോന്നുന്നു. ഇനി നാളെ ആകട്ടെ. അനീന സ്കൂട്ടറിൽ കയറി. സിത്താര വണ്ടിയെടുത്തു. സിത്താരയുടെ വീടിൻ്റെ ഏകദേശം അടുത്തു തന്നെയാണ് അനീനയുടെ വീടും. ദിവസവും കാണാറില്ലെങ്കിലും ഇടയ്ക്ക് ചില ദിവസം സിത്താരയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സിത്താര അവളുടെ വീട്ടിലേക്കോ പോവാറുണ്ട്. അവർ നല്ല ഫ്രണ്ട്സായിരുന്നു. സ്കൂട്ടർ അനീനയുടെ വീടിന് മുമ്പിലായി നിന്നു. അനീനയുടെ വീട്ടിലെത്തിയ ശേഷം സിത്താരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു 2 വരിയായി കുറിക്കണേ.